ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഡോക്ടർ സുരേഷ് കുമാർ, അത് നമ്മുടെ മാനസിക രോഗ ചികിത്സാ പദ്ധതികൾ പോലും സംശയിക്കേണ്ടുന്ന അവസ്ഥയിലേക്കുണ്ട്. ഒരർത്ഥത്തിൽ നോക്കിയാൽ എല്ലാ മനുഷ്യരും അബ്നോർമലാണ് എന്ന് പറയുന്ന നിരീക്ഷണങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ മറ്റൊരു തലത്തിൽ നോക്കിയാൽ കുറ്റകൃത്യങ്ങൾ നോർമലായിട്ടുള്ള അവസ്ഥയല്ല, അത് തന്നെ മാനസിക രോഗമാണ് എന്നുകൂടെ പറയുകയും ചെയ്യാം. താങ്കൾ നേരത്തെ പറഞ്ഞു ഇത് പൂർണ്ണ രോഗമുക്തി എന്ന് സർട്ടിഫൈ ചെയ്ത് കൊടുക്കുക വളരെയേറെ പ്രയാസമായ കാര്യമാണ്. സ്വാഭാവികമായും അതങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെയുള്ളൊരവസ്ഥ, നമ്മുടെ ചികിത്സാ പദ്ധതികൾ ഒരു തവണ മാനസിക അപഭ്രംശം കാണിച്ച ആളുകൾ എല്ലാ കാലത്തും അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നത് ഈ കുറ്റവാളികൾക്ക് മേൽ അധിക ബാധ്യതയാകുന്നുണ്ടാകില്ലേ? ഒരു തവണ ഇയാൾ മാനസിക രോഗിയാണ്, അതുകൊണ്ടാണ് ഈ കുറ്റകൃത്യം ചെയ്തത്, അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്തതിന് ശേഷം മാനസിക രോഗം ഉണ്ടായിട്ടുണ്ട്, മാനസിക അപഭ്രംശം ഉണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ട് ഈ ഇത്രമേൽ കാലം തടവറയിൽ സൂക്ഷിക്കപ്പെടുക അത് തന്നെ ആളുടെ മാനസിക നിലയെ പൂർണ്ണമായി പരിതാപകരമായ അവസ്ഥയിലേക്ക് മാറ്റുക. അങ്ങനെയാണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മുടെ ചികിത്സാ പദ്ധതികളുടെ നമ്മളുടെ ഭിഷഗ്വരന്മാർ ഈ മാനസിക രോഗികളെ, മാനസിക അപഭ്രംശം സംഭവിച്ച ആളുകളെ കാണുന്ന രീതി അവരെല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന മുൻവിധി ഞാൻ ഏതെങ്കിലും ഒരു കേസെടുത്ത് ചോദിക്കുകയല്ല. അങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങൾ കൂടെ ഇതിനൊക്കെ, ഈ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളിലേക്ക് പോകുന്നതിനൊക്കെ കാരണമാകുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഒരു മാനസിക രോഗി ഒരു കുറ്റം ചെയ്തിട്ട് അയാളുടെ ഈ മാനസിക രോഗത്തിനായിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഫോറൻസിക് വാർഡിലേക്ക് അയക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഇവർ ഒരു സെല്ലിൽ അവർക്ക് വെളിച്ചമോ വെള്ളമോ ശുദ്ധവായുവോ ഒന്നും കിട്ടാത്ത ഒരു ചെറിയൊരു സെല്ലിൽ, ഇത്തരത്തിലുള്ള സെല്ലിൽ ചുരുങ്ങിയൊരു 3-4 പേർ, ഒരാൾക്ക് മാത്രം താമസിക്കുന്ന ഒരു സെല്ലിൽ 3-4 പേർ പകലോ രാത്രിയോ ഒന്നും വ്യത്യാസങ്ങൾ പോലും അറിയാതെ വർഷങ്ങളായിട്ട് അവർ അത്തരത്തിലുള്ള ചെറിയ റൂമിൽ ഇങ്ങനെ ജീവിച്ചു വരികയാണ്. അങ്ങനെ വരുമ്പം നമുക്ക് ഇവർക്കൊരു ചികിത്സയ്ക്കായിട്ട് കൊടുക്കാൻ പറ്റുന്ന, ഇവർക്ക് കൊടുക്കുന്ന ആൻറ്റി സൈക്കോട്ടിക് അല്ലെങ്കിൽ മറ്റ് അത്തരത്തിലുള്ള രോഗത്തിലുള്ള ആൻറ്റി മാനിക്കോ ആൻറ്റി ഡിപ്രസൻ്റ് ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ ഇവരുടെ മാനസികാവസ്ഥ നമ്മുടെ സാധാരണ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റ് കാര്യങ്ങളൊന്നും നമുക്ക് അവർക്കായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതിനുള്ളൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം, അതായത് നമുക്ക് ഈ മരുന്നുകൾ കൊടുത്തിട്ടുള്ള ചികിത്സയല്ലാതെ മറ്റു തരത്തിലുള്ള അവർക്കുള്ളൊരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു ഇൻപുട്ടോ അല്ലെങ്കിൽ സോഷ്യൽ അത്തരത്തിലുള്ളൊരു ചികിത്സയ്ക്കുള്ളൊരു സാധ്യത ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലിൽ ഇവർക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മാനസിക രോഗത്തിൽ നിന്നും ആ രോഗി വിമുക്തനാകാൻ പോകുന്നില്ല എന്നുള്ളത് മാത്രമല്ല, പലപ്പോഴും ആ രോഗത്തിൽ നിന്ന് വിമുക്തനാകുന്നതിന് പകരം മരുന്നുകൾ കൊടുത്താൽ പോലും അവരുടെ മാനസികാവസ്ഥ ഒരു പരിധിയിൽ വിട്ട് മൂർച്ഛിക്കുകയാണ് സംഭവിക്കുന്നത്. പലപ്പോഴും സ്കീസോഫ്രീനിയ ബാധിച്ച് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്കായിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്യപ്പെട്ട രോഗി സ്കീസോഫ്രീനിയ ഭേദമായി പോയാൽ പോലും അവർക്ക് ഡിപ്രഷൻ എന്ന് പറയുന്ന വിഷാദാവസ്ഥ ബാധിച്ചിട്ട് മുമ്പ് DIG ശ്രീജിത്ത് സംസാരിച്ച പോലെ ഒന്നും സംസാരിക്കാനോ പെരുമാറാനോ മറ്റു കാര്യങ്ങളിൽ ഇടപെടാനോ ഒന്നും കഴിയാത്ത ജീവച്ഛവം പോലെയായിട്ട് മാറുന്നതാണ് നമ്മൾ സാധാരണയായിട്ട് കാണാൻ കഴിയുന്നത്. അവർക്ക് അവരുടെ സ്വന്തം പേരോ അഡ്രസ്സോ മറ്റ് കുടുംബ വിവരങ്ങളോ ഒന്നും പറയാൻ കഴിയാത്ത അത്രയും ഡിറ്റീറിയേറ്റഡ് അവരുടെ കണ്ടീഷൻ മോശമാവുന്ന അവസ്ഥയിലേക്കാണ് അവർ നീങ്ങിപ്പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ ആശുപത്രികളിൽ ഇത്തരത്തിലുള്ള രോഗികളെ ചികിത്സിക്കുമ്പോൾ മരുന്നിൻ്റെ കൂടെ തന്നെ അവരെ അതേസമയം തന്നെ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ചോദ്യം. ഡോക്ടർ സുരേഷ് കുമാർ, അദ്ദേഹം നേരത്തെ അഡ്വക്കേറ്റ് കാളീശ്വരം രാജ് ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, ഒരു കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ നാട്ടിൽ സാധാരണയായി ഉപയോഗിച്ച് കാണാറുള്ള ഒരു തന്ത്രം കൂടെയാണ് മാനസിക രോഗിയാണ് ഞാൻ എന്ന് സാക്ഷ്യപ്പെടുത്തൽ. അതേതെങ്കിലും വിധത്തിൽ കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാനസിക രോഗിയാണ് ഞാൻ, മാനസികാപഭ്രംശം കൊണ്ടാണ് ഞാനത് ചെയ്തു പോയത് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരാൾക്ക് പിന്നീട് അതിൽ നിന്ന് കരകയറി വരാനാവാതെ പോവുക, അവർ ഈ തടവറക്കകത്ത് അല്ലെങ്കിൽ മാനസിക രോഗ ആശുപത്രികൾക്കകത്ത് വെച്ച് സ്വാഭാവികമായി മനസ്സിൻ്റെ അപഭ്രംശം നിറഞ്ഞ വഴികളിലേക്ക് സ്വയം നഷ്ടപ്പെട്ടു പോവുക, ഇത്തരം അവസ്ഥകൾ കൂടെ ഒരുപക്ഷെ ഉണ്ടാകുന്നുണ്ടാകില്ലേ? പൂർണ്ണമായും നാടകീയമായിട്ടൊക്കെ തോന്നാമെങ്കിലും അത്തരം കാര്യങ്ങൾ കൂടെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ടാകില്ലേ? തീർച്ചയായിട്ടും. പല രോഗികളും ഈ കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവരൊരു മാനസിക രോഗമുണ്ടെന്നൊക്കെ നടിച്ചിട്ടെല്ലാം വരാറുണ്ട്. പക്ഷെ അത്തരത്തിൽ മാനസിക രോഗം കൊണ്ടൊന്നും അടിക്കുന്ന രോഗികളെ നമുക്ക് നമ്മുടെ ശാസ്ത്രീയമായിട്ടുള്ള ഇത്തരത്തിലുള്ളൊരു അസസ്മെൻറ്റിൽ കൂടെ വിദഗ്ധ പരിശോധനയ്ക്കൂടെയൊക്കെ നമുക്കത് അറിയാനായിട്ട് കഴിയും. അതായത് ഈ കുറ്റകൃത്യത്തിന് കാരണം, അതായത് ആ രോഗി ഇത്തരത്തിലുള്ള കുറ്റം ചെയ്യുമ്പോൾ മാനസിക രോഗം മൂലമാണോ അത്തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്യാനുള്ള കാരണങ്ങൾ നമുക്ക്
പരിശോധിച്ചാലായിട്ട് വിശദമായിട്ട് അറിയാനായിട്ട് കഴിയും. അത്തരത്തിലുള്ള പേഷ്യൻസ് മെൻ്റൽ ഹോസ്പിറ്റൽ വളരെ കുറവാണ്. കാരണം അത് നമുക്ക് കണ്ടുപിടിച്ച് അതിനുള്ള മെൻ്റൽ കണ്ടീഷൻ റിപ്പോർട്ട് നമുക്ക് കോടതിക്ക് അയച്ചു കഴിഞ്ഞാൽ അവരെ വളരെ വിശദീകരിച്ചിട്ടുള്ള ട്രയലിൽ തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കാനും അത് കുറ്റകൃത്യം ഇതുകൊണ്ടല്ല എന്നുള്ളതെല്ലാം തെളിയിക്കാനായിട്ട് കഴിയും. ഞാൻ പറയുന്നതെല്ലാം ശരിക്കും ശുദ്ധമായിട്ടുള്ള മാനസികരോഗം മൂലം അതിൽ മാനസികരോഗത്തിലെ പല വിഭ്രാന്തികളും സംശയങ്ങളും മൂലം ഈ രോഗി ചെയ്യുന്ന ചില കുറ്റകൃത്യം കൊലപാതകങ്ങളോ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വരുന്ന രോഗികളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇവരുടെ അസുഖം പൂർണ്ണമായിട്ട് മാറാനും പോകുന്നില്ല. ഇത്തരത്തിലുള്ള ആശുപത്രികളിൽ ദീർഘകാലം കഴിയുമ്പോൾ അവർക്ക് പുതിയ പുതിയ അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചികിത്സയിൽ സമഗ്രമായിട്ടുള്ളൊരു മാറ്റം അനിവാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. നമുക്ക് DGPയും DIG ശ്രീജിത്ത് അടക്കമുള്ള ആളുകളുടെയും ശ്രമഫലമായിട്ട് ഇപ്പോൾ ഇക്കാര്യത്തിൽ കേരളത്തിൽ എന്താണ് സ്ഥിതി എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ റിപ്പോർട്ടുണ്ട്. 88 പേർ ഇത് സംബന്ധിച്ച് ഇങ്ങനെ ഈ നിലയിൽ മാനസിക രോഗാശുപത്രികളിൽ കിടക്കുന്നുണ്ട്, വിചാരണ ലഭിക്കാതെ. അവരുടെ കാര്യങ്ങളിൽ സർക്കാരിനും മറ്റ് സംവിധാനങ്ങൾക്കും തീരുമാനമെടുക്കാനാകും എന്ന് തന്നെ കരുതുക ഈ ഘട്ടത്തിൽ. പക്ഷേ സങ്കീർണമായിട്ടുള്ള മാനസിക രോഗ അവസ്ഥ, അതിൻ്റെ ഉള്ള ചികിത്സാ പദ്ധതികളുടെ സങ്കീർണാവസ്ഥ, നിയമപരമായിട്ടുള്ള അതിലെ സങ്കീർണമായിട്ടുള്ള അവസ്ഥകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായി ചേർന്നാണ് ഏത് വിധത്തിലാണ് വിചാരണ നടപടികളിലേക്ക് ഇവരെ ഉൾക്കൊള്ളിക്കുക, ഇവരെ കുറ്റക്കാരാണോ അല്ലയോ എന്ന് തിരിച്ചറിയുക, അവരെ പൊതുസമൂഹത്തിലേക്ക് ഇറക്കിവിടേണ്ടുന്ന അവസ്ഥ, അവരുടെ പുനരധിവാസം, ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ സങ്കീർണമായിട്ടുള്ള അവസ്ഥയാണ്. അതിനെ ഏത് വിധത്തിലാണ് തരണം ചെയ്യാൻ നിയമപരമായും മറ്റും നമുക്ക് സാധിക്കുക? അതിന് മറ്റു രാജ്യങ്ങളിൽ നിന്നും ഉദാഹരണങ്ങളുണ്ടോ? നമുക്കിവിടെ ഈ ചർച്ച അവസാനിപ്പിക്കാം. ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഉദാഹരണത്തിൻ്റെ കാര്യം താങ്കൾ ചോദിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത്, വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിൽ നിന്നുള്ള ഒരു മാസികയുടെ എഡിറ്റർ, അതൊരു വനിതാ മാസികയായിരുന്നു. ആ മാസികയുടെ എഡിറ്റോറിയലിൽ തന്നെ ആ എഡിറ്റർ പ്രഖ്യാപിക്കുകയാണ്, അവരൊരു സ്ത്രീയാണ്, അവരൊരു മാനിക് ഡിപ്രസീവ് പേഷ്യൻ്റാണ്, അവരൊരു വിഷാദ രോഗിയാണ്, അല്ലെങ്കിൽ ഈ മാനിക് സൈക്ലിക് സൈക്കോസിസ് എന്ന് പറയുന്ന മാനസിക രോഗം പിടിപെട്ട ഒരാളാണ് അവിടെ ഒരു മാസിക എഡിറ്റ് ചെയ്യുന്നത്. ഒരു പബ്ലിക് ഫിഗറാണ്, അവരൊരു പൊതുജന മധ്യത്തിൽ അറിയപ്പെടുന്ന ഒരു ഉന്നത വ്യക്തിത്വമാണത്. മാനസിക രോഗത്തോടുള്ള ഒരു സമൂഹത്തിൻ്റെ സമീപനം എന്താണ് എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വാസ്തവത്തിൽ ഈ ഉദാഹരണം പെട്ടെന്ന് ഓർമ്മിച്ച് പറഞ്ഞത്. അവിടെ ഇത് മറ്റ് രോഗങ്ങളെപ്പോലെ ഇത്തരം രോഗങ്ങളെ കാണുന്നു, പരിഗണിക്കുന്നു, പരിചരിക്കുന്നു, ചികിത്സിക്കുന്നു എന്നുള്ളത് വലിയ വ്യത്യാസമാണ്. സ്വാഭാവികമായിട്ടും പൊതുജനങ്ങളുടെ മധ്യത്തിൽ പൊതു ജീവിതത്തിൽ മാനസിക രോഗത്തോടുള്ള സമീപനം ഇത് ആണെങ്കിൽ ഫ്രാൻസ് അടക്കമുള്ള പല വികസിത പടിഞ്ഞാറൻ രാജ്യങ്ങളും ഇന്ന് ജയിൽ പരിഷ്കാരങ്ങളുടെ കാര്യത്തിൽ, നീതിന്യായ സംവിധാനത്തിൽ ഒക്കെ തന്നെ ഏതാണ്ട് ഇതിനനുരൂപമായിട്ടുള്ള സങ്കല്പങ്ങളാണ് വെച്ചു പുലർത്തുന്നത്. പലപ്പോഴും അതുകൊണ്ടാണ് നമ്മുടെ നിയമങ്ങളിൽ പോലും പലപ്പോഴും മാറ്റങ്ങൾ നാം വരുത്തിയിട്ടുള്ളത് ഈ പറയുന്ന വികസിത രാജ്യങ്ങളിൽ നിന്നുള്ള നിയമ ചിന്തകളുടെ, നീതി ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ്. ഉദാഹരണത്തിന് നമ്മുടെ പഴയ ലുനാറ്റിക് ആക്ട് എന്നായിരുന്നു നമ്മൾ. ലുനാറ്റിക് എന്ന് മാനസിക രോഗിയെ വിളിക്കുന്നത് പോലും മനുഷ്യാവകാശ ധ്വംസനമാണ് എന്ന് കരുതുന്ന ഒരു പടിഞ്ഞാറൻ ചിന്തയുടെ സ്വാധീനത്തിലാണ് നാം വാസ്തവത്തിൽ പഴയ ലുനാറ്റിക് ആക്ടിനെ മെൻ്റൽ ഹെൽത്ത് ആക്ട് കൊണ്ട്, മാനസികാരോഗ്യ നിയമം കൊണ്ട് പ്രതിസ്ഥാപനം ചെയ്തത്. അപ്പോൾ ഈ ഒരു പ്രക്രിയ ലോകമെമ്പാടും സംഭവിക്കുകയാണ്. ഇതിനോടുള്ള സമീപനം, മാനസിക രോഗത്തോടുള്ള സമീപനം. ഇനി താങ്കളുടെ ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗത്തേക്ക് വന്നാൽ, തീർച്ചയായിട്ടും ഇതിന് ഇവിടെ ചർച്ചയിൽ ഇതിനകം തന്നെ സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞതുപോലെ നമ്മുടെ ജയിൽ പരിഷ്കാരത്തിൻ്റെ പ്രശ്നമുണ്ട്, നമ്മുടെ ആശുപത്രികളുടെ പരിഷ്കാരത്തിൻ്റെ പ്രശ്നമുണ്ട്, ചികിത്സാ മേഖലയിലുള്ള പരിഷ്കാരത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇവർ പുറത്ത് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ശ്രീജിത്തൊക്കെ സൂചിപ്പിച്ചത് ശരിയാണ്, നമ്മുടെ ജയിലിൽ എന്താണ് സംഭവിക്കുന്നത് എന്നത് വളരെ വിശദമായിട്ടുള്ള പഠനത്തിന് വിധേയമാക്കേണ്ടുന്ന കാര്യം, വളരെ പ്രസക്തമായിട്ടുള്ളൊരു നിരീക്ഷണമാണത്. അതുപോലെ ഡോക്ടർ സുരേഷ് പറഞ്ഞ കാര്യം, ഇവർക്ക് ഇനി മാനസിക രോഗം ഉണ്ടാകാനുള്ള സാധ്യത, ജയിലിൽ നിന്ന് ഇവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എങ്ങനെ ഇവരെ നിത്യരോഗികളാക്കി മാറ്റുന്നു എന്നുള്ളത്, ഇതൊക്കെ തീർച്ചയായിട്ടും വളരെ മാനുഷികമായിട്ടുള്ളൊരു തലത്തിൽ, ശാസ്ത്രീയമായി മാത്രമല്ല വളരെ മാനുഷികമായ തലത്തിൽ തന്നെ പഠിക്കപ്പെടേണ്ടവയാണ്. അതുപോലെ പുനരധിവാസത്തിൻ്റെ കാര്യം, ഇപ്പോൾ കോടതികൾ ഇടപെട്ട് ഈ കാര്യത്തിൽ എന്തെങ്കിലും പെട്ടെന്ന് ഇവരെ നിയമപരമായിട്ടുള്ള കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ പോലും
പുനരധിവാസത്തിൻ്റെ കാര്യം എൻ്റെ അഭിപ്രായത്തിൽ സർക്കാർ വളരെ പ്രാഥമിക പരിഗണന നൽകി പരിഗണിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. വാസ്തവത്തിൽ ഇന്ന് കേരളത്തിലുള്ള എൻഡോസൾഫാൻ പോലുള്ള വിഷയങ്ങളിൽ നമ്മുടെ സർക്കാർ വളരെ വൈകി മാത്രമാണ് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു എന്ന തോന്നലെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലങ്ങൾ പോലും വളരെ വ്യക്തമായി തെളിയിക്കുന്ന കാര്യമാണത്. ഏതാണ്ട് ആ രീതിയിലുള്ളൊരു സമീപനമാണ് ഈ കാര്യത്തിൽ ഉണ്ടാകുന്നത് എന്ന് വരികയാണെങ്കിൽ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന അവസ്ഥാവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ നയിക്കുക. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ ഇതൊരു മിഷൻ എന്നുള്ള നിലയിൽ അപ്പോൾ കോടതികളുടെ നടപടികൾക്ക് ശേഷവും ഈ താങ്കളുടെ വാർത്തയിൽ സൂചിപ്പിച്ചിട്ടുള്ള ഈ കാര്യത്തിന് വേണ്ടി ഒരു പ്രത്യേക മിഷൻ രൂപീകരിക്കുകയും ഇതിനകം തിരിച്ചറിയപ്പെട്ട ആളുകൾക്ക് പുറമെ എത്ര ആളുകളുണ്ട് എന്ന് തിരിച്ചറിയുന്നതിന്, ഐഡന്റിഫൈ ചെയ്യുന്നതിന് വളരെ പെട്ടെന്ന് തന്നെ ഒരു നടപടി സർക്കാർ തലത്തിലും കോടതി തലത്തിലും ഉണ്ടാവുകയും അങ്ങനെ ആളുകളെ തിരിച്ചറിഞ്ഞതിന് ശേഷം സമ്പൂർണ്ണമായിട്ടുള്ളൊരു പുനരധിവാസ പാക്കേജ് മനഃശാസ്ത്ര വിദഗ്ധരുടെ, മനോരോഗ വിദഗ്ധരുടെ അടക്കം സഹായത്തോടു കൂടി, സാമൂഹിക പ്രവർത്തകരുടെ അടക്കം സഹായത്തോടു കൂടി ചെയ്യേണ്ട. വളരെ വളരെ നന്ദി അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്. അത്തരത്തിലുള്ള നടപടികൾ കൂടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് മേഖലകളെ സ്പർശിക്കുന്ന അതിഗൗരവതരമായ ചർച്ചകളും തുടർ നീക്കങ്ങളും ആവശ്യമുള്ള കാര്യമാണിത് എന്ന പൂർണ്ണബോധ്യവും ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ ആദ്യ റിപ്പോർട്ടും ആദ്യ ചർച്ചകൾക്കും നടത്താൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. വളരെ നന്ദി അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്, ഡോക്ടർ PN സുരേഷ് കുമാർ, CS ശ്രീജിത്ത് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇടവേള. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.